നബി വാക്യം: ആരെങ്കിലും ഒരു സസ്യം നട്ടുപിടിപ്പിക്കുകയോ ഒരു വിത്ത് കുഴിച്ചിടുകയോ ചെയ്യുകയും പിന്നീട് അതിൻ്റെ വിളകളിൽ നിന്ന് പക്ഷിയോ മനുഷ്യനോ നാൽക്കാലിയോ ഭക്ഷിക്കുകയും ചെയ്താൽ അതെല്ലാം അയാൾക്കൊരു സദക്ക അഥവാ ദാനധർമ്മമായി കണക്കാക്കപ്പെടുന്നതാണ്. പ്രവാചക ശിഷ്യന്മാരിൽ പ്രസിദ്ധനായ അബൂദർദ ഒരു വൃക്ഷത്തൈ നടുകയായിരുന്നു. അപ്പോൾ അരികിലൂടെ കടന്നുപോയ ഒരാൾ ചോദിച്ചു: നിങ്ങൾ ഇതെന്തിനാണ് ഇപ്പോൾ നടന്നത്? നിങ്ങൾ പടുവൃദ്ധനാണല്ലോ. കുറേ കൊല്ലങ്ങൾക്ക് ശേഷമല്ലാതെ ഇതെന്തായാലും ഫലം തരികയുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു: ഞാനില്ലാത്ത മറ്റുള്ളവർ ഇതിൻ്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കുകയും എനിക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുമെങ്കിൽ പിന്നെ ഞാനെന്തിനത് ചെയ്യാതിരിക്കണം? ആരെങ്കിലും ഒരു വൃക്ഷം നടുകയും അതിനെ സംരക്ഷിക്കുന്നതിൽ ക്ഷമ കൈക്കൊള്ളുകയും അത് പുഷ്പിച്ച് ഫലം നൽകുന്നത് വരെ അതിനെ നിലനിർത്തുകയും ചെയ്താൽ അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ ഫലങ്ങൾക്കും അവന് ദൈവത്തിങ്കൽ പ്രതിഫലമുണ്ട് എന്നും മറ്റൊരു നബിവാക്യത്തിൽ നമുക്ക് കാണാം. ഒരിക്കലും മരം മുറിക്കാനുള്ള അനുമതി തേടി നബിയെ സമീപിച്ച ആളുകളോട് തലസ്ഥാനത്ത് മറ്റൊരു മരം നടണമെന്ന നിബന്ധനയോടെ നബി അത് അനുവദിക്കുകയുണ്ടായി. മരം മുറിച്ച് നീക്കിയ ആ സ്ഥലം പിൽക്കാലത്ത് ഒരു വനമായി മാറിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാതെ തരിശായി കിടക്കുന്ന എത്രയോ ഹെക്ടർ ഭൂമിയാണുള്ളത്. അതിലൊന്നും കൃഷി ചെയ്യാതെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിളകളാണെന്ന് കേരളീയർ ഭക്ഷിക്കുന്നത്. കൃഷിഭൂമിയുള്ളവർ സ്വയം കൃഷി ചെയ്യട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൃഷി ചെയ്യാൻ നൽകട്ടെ. അതല്ലാതെ അവ ഉപയോഗശൂന്യമാക്കി ഇടുക എന്നതൊരിക്കലും ശരിയല്ല. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടവരാണ് നാം. അവ ദൈവം അനുവദിച്ച മാർഗത്തിലും അവൻ്റെ സൃഷ്ടിജാലങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മാർഗത്തിലും ഉപയോഗപ്പെടുത്തുക എന്നത് പ്രതിഫലാർഹമായ കാര്യമാണ്. എന്നാൽ അത്തരം അനുഗ്രഹങ്ങളെ ഉപയോഗശൂന്യമാക്കി നശിപ്പിക്കുക എന്നത് സമൂഹത്തോടും ദൈവികാനുഗ്രഹങ്ങളോടും ചെയ്യുന്ന അനീതി കൂടിയാണ്.